going to discuss about Keynesian cross model and determination of equilibrium output. So കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത്? ടു സെക്ടർ മോഡലും 3 സെക്ടർ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻകം ഡിറ്റർമിനേഷന് 2 സെക്ടർ മോഡൽ ആൻഡ് ഇൻകം ഡിറ്റർമിനേഷന് 3 സെക്ടർ മോഡൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻകം ഡിറ്റർമിനേഷന് 2 സെക്ടർ മോഡൽ. The modern theory of income determination was developed by Keynes in his book The General Theory of Employment, Interest and Money. The General Theory of Employment, Interest and Money എന്ന് പറയുന്ന കെയ്ൻസിൻ്റെ പുസ്തകത്തിലാണ് അദ്ദേഹം മോഡേൺ തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ കെയ്ൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കെയ്ൻസ് ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡിമാൻഡ് ആയിരുന്നു. അപ്പോൾ ഒരു എക്കോണമിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു നേരത്തെ ഇഫക്റ്റീവ് ഡിമാൻഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആഗ്രിഗേറ്റ് സപ്ലൈയും ആഗ്രിഗേറ്റ് ഡിമാൻഡും കൂടിയിട്ടാണ് ഇഫക്റ്റീവ് ഡിമാൻഡിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡിനനുസരിച്ചിട്ട് ഒരു എക്കോണമി എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എക്കോണമിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡ് ഒരു ഹൈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് കെയ്ൻസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻസ് ആയിട്ടുള്ള കൺസംഷനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും എപ്പോഴും ഊന്നി പറഞ്ഞിരുന്നു. ഓക്കെ, ഹി therefore emphasized the two important components of aggregate demand, consumption and investment. The level of consumption depends on a particular level of income. കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതുമായിട്ടാണ്? ലെവൽ ഓഫ് ഇൻകം അടിസ്ഥാനത്തിലാണ് കൺസംഷൻ തീരുമാനിക്കുക. ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എങ്ങനെ തീരുമാനിക്കുന്നത്? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും അതേപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും. Given the consumption function at the level of investment, the equilibrium level of income in the economy can be determined. ഇപ്പോൾ കൺസംഷൻ ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റും തന്നാൽ ഒരു എക്കോണമി ഇക്വിലിബ്രിയത്തിലെത്തുന്ന ഇൻകം തീരുമാനിക്കാൻ കഴിയും. ഇപ്പോൾ 2 സെക്ടർ എക്കോണമി ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കൺസംഷൻ്റെയും അടിസ്ഥാനമാക്കിയിട്ട് ലെവൽ ഓഫ് ഇൻകം തീരുമാനിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. The equilibrium income may be defined as the income where the total of the consumption and investment expenditures will be equal to the aggregate output. Equilibrium income എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? As the income where the total of the consumption and investment expenditure will be equal to aggregate output. കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൻ്റെയും സമ്മ അത് രണ്ടും കൂട്ടിയാൽ ഏതിന് ഈക്വൽ ആയിരിക്കണം? ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആഗ്രിഗേറ്റ് ഇൻകത്തിന് ഈക്വൽ ആയിരിക്കണം. സോ ദ ഇക്വിലിബ്രിയം ഇൻകം എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഇൻകം വേർ ദ ടോട്ടൽ ഓഫ് ദി കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് വിൽ ബി ഈക്വൽ ടു ദി ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട്. ഇപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും കൂട്ടിയാൽ ആഗ്രിഗേറ്റ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് ഇക്വിലിബ്രിയം ഇൻകം ആണെന്ന് പറയാം. Alternatively, we can consider the equilibrium income as the income at which planned investment is equal to planned saving. അല്ലെങ്കിൽ വേറെ രീതിയിലും കൂടെ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻഡ് സേവിങ്ങിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, ഏത് കൺസെപ്റ്റാണ് അദ്ദേഹം എപ്പോഴും എംഫസൈസ് ചെയ്തിരുന്നത്? ഇഫക്റ്റീവ് ഡിമാൻഡ്, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, 2 കോമ്പോണൻസ് ആണ് കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും. പിന്നെ ലെവൽ ഓഫ് കൺസംഷൻ അതേപോലെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞു. പിന്നെ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷന്. അതിന് മുന്നേ എന്താണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം, ഇൻകം ഈസ് മെഷേർഡ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ദി വൈ ആക്സിസ് ഇൻ ടേംസ് ഓഫ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എക്സ് ആക്സിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇൻകം ആണ്. വൈ ആക്സിൽ കൊടുത്തിട്ടുള്ളത് കൺസംഷന്, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനും നോക്കാം. അപ്പോൾ ഇവിടെ എക്സ് ആക്സിൽ ഇൻകം കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിൽ കൺസംഷനും സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സി എന്ന് പറയുന്ന ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. സി എന്ന് പറയുന്ന ലൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കൺസംഷൻ ഫംഗ്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതിലേക്ക് ഐ എന്ന് പറയുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ സി എന്ന് പറയുന്ന കൺസംഷൻ ഫംഗ്ഷൻ്റെ കർവ് ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു.
ഇപ്പോൾ C+I ആയി അല്ലേ. C+I എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ആഗ്രിഗേറ്റ് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നേരത്തെ നമ്മൾ ആഗ്രിഗേറ്റ് ഡിമാൻഡിൽ 2 കമ്പോണൻസ് ആണെന്ന് പറഞ്ഞു, കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ രണ്ടും കൂടെ ഉള്ളതിന് ഇത് ഏത് ഫംഗ്ഷനെ കാണിക്കുന്നത്? ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്. ഇത് ആഗ്രിഗേറ്റ് ഡിമാൻഡാണ് ഈ ഒരു കർവ് കാണിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് 45 ഡിഗ്രി ലൈനാണ്. അത് y C+S എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 45 ഡിഗ്രി ലൈന് സൂചിപ്പിക്കുന്നത് ആഗ്രിഗേറ്റ് സപ്ലൈ കർവാണ്. ഇത് ആഗ്രിഗേറ്റ് സപ്ലൈ കർവും ഇത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ്. രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. E എന്ന് പറയുന്ന പോയിന്റാണ് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഇത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം നമുക്ക് കിട്ടി. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, ആഗ്രിഗേറ്റ് സപ്ലൈ കർവും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കിട്ടി. അത്തരത്തിലൊരു രീതിയിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം തീരുമാനിക്കുന്നതിനെയാണ് കെയ്നീഷ്യൻ ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും ക്രോസ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. ഇത് രണ്ടും കൂടെ, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം തീരുമാനിച്ചു. അതിനെയാണ് നമ്മൾ കെയ്നീഷ്യൻ ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു OY എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിന് താഴെ ഏതൊരു ഇൻകം ലെവൽ വന്നാലും പിന്നെ ഇത് മൂവ് ചെയ്തിട്ട് ഈ ഒരു ഇക്വിലിബ്രിയം ലെവലിലേക്ക് തന്നെ എത്തും. അറ്റ് ഇൻകം ലെവൽസ് ലെസ് ദാൻ OY പ്ലാൻ എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ ഇൻകം. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻകത്തിനേക്കാൾ കൂടുതലായിരിക്കും. അതിൽ നിന്ന് ഏതിലേക്ക് മൂവ് ചെയ്താലും എന്ത് ചെയ്തു, പിന്നെ ആ ഇക്വിലിബ്രിയം ലെവലിലേക്ക് തന്നെ എത്തും. അതായത് ഈ ഒരു പോയിന്റ്, OY എന്നുള്ള ഈ ഒരു ഭാഗത്തുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് പറഞ്ഞു. ഈ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ 2 കർവ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതും C+I ആണ് ഈ ഒരു ഭാഗത്ത്. C+I ആണ് മേലെ നിൽക്കുന്നത്. അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡാണ് കൂടുതൽ. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ്, ഇത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് അല്ലേ. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ് മുകളിൽ നിൽക്കുന്നത് അല്ലേ. ഈ ഒരു ഭാഗത്ത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ് മുകളിൽ നിൽക്കുന്നത്, ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് താഴെയാണ്. അങ്ങനെ ആകുമ്പോൾ എക്കോണമിയെ ഫോഴ്സ് ചെയ്യും. എന്തിന്? ഔട്ട്പുട്ട് വർദ്ധിക്കുക എന്നുള്ളതിന് ഫോഴ്സ് ചെയ്യും. സിമിലർലി അറ്റ് ഇൻകം ലെവൽസ് എബവ് OYനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ? ആഗ്രിഗേറ്റ് സപ്ലൈ ആണ് കൂടുതൽ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറവുമാണ്. അങ്ങനെ ആകുമ്പോൾ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഔട്ട്പുട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? E എന്ന് പറയുന്ന ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ എത്തും. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകത്തിനെ വേറെ രീതിയിലും ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് പ്ലാൻഡ് സേവിങ്സും പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആവുന്ന ഒരു രീതിയിൽ നമുക്ക് ഇക്വിലിബ്രിയം ഇൻകത്തിനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിലാണ് ഇക്വിലിബ്രിയം ഇൻകത്തിനെ പ്ലാൻഡ് സേവിങ്സിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ X ആക്സിൽ ഇൻകവും Y ആക്സിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കർവ് കാണിച്ചിട്ടുള്ള സേവിങ്സിനെയും ഈ കർവ് കാണിച്ചിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് E എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ കെയ്നീഷ്യൻ ക്രോസ് ഉപയോഗിച്ചിട്ട് തന്നെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. നേരെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആണ്. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആവുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിനെ തീരുമാനിച്ചു. ഇനി സേവിങ്സിലും ഇൻവെസ്റ്റ്മെൻറ്റിലും എന്തെങ്കിലും ഡീവിയേഷൻ വന്നാൽ, ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറിയാൽ എങ്ങനെയാണ് അത് തിരിച്ചും ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഇക്വിലിബ്രിയത്തിന് ഈ ഒരു ലെഫ്റ്റ് ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും സേവിങ്സ് കുറവുമാണ് അല്ലേ. ഈ ഒരു ഗ്യാപ്പ് I to S എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും സേവിങ്സ് കുറവാണ്. സേവിങ്സിനേക്കാൾ മുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്? അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യും അല്ലേ. സേവിങ്സിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ എത്തും. ഇനി നേരെ തിരിച്ച് ഇതിനേക്കാൾ മുകളിലാണ്, ഇക്വിലിബ്രിയം ഇൻകത്തിനേക്കാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ നോക്കുക, സേവിങ്സ് ആണ് കൂടുതൽ അല്ലേ. ഇവിടെ ഇതിൻ്റെ റൈറ്റ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സേവിങ്സ് ആണ് കൂടുതൽ, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുമാണ്. അപ്പോൾ സേവിങ്സ് കൂടുതലാവുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാകുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻകം കുറയാണ് അല്ലേ. ഇത് ലോ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം കുറയും. അപ്പോൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ പ്ലാൻഡ് സേവിങ്സും പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഇൻകത്തിലുള്ള മാറ്റത്തിനനുസരിച്ചിട്ട് ഇക്വിലിബ്രിയം ലെവലിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇതാണ് കെയ്നീഷ്യൻ ക്രോസ്. രണ്ട് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇക്വിലിബ്രിയം ഇൻകം തീരുമാനിക്കുന്നത് 2 സെക്ടർ മോഡലിൽ. ഈ നെക്സ്റ്റ് പറയുന്നത് ദ ആൾജിബ്ര ഓഫ് ഇൻകം ഡിറ്റർമിനേഷന് 2 സെക്ടർ മോഡൽ. അപ്പോൾ അതിൻ്റെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓർത്ത് വെക്കേണ്ടത് y ഈസ് ഈക്വൽ ടു a+i ഇൻറ്റു 1/1 - MPC. 1/1 - MPC എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്. നമുക്ക് മൾട്ടിപ്ലയർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. a+i ഇൻറ്റു 1/1 - MPC. y ഈസ് ഈക്വൽ ടു a+i ഇൻറ്റു 1/1 - MPC. ഇതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക ജസ്റ്റ്. Okay, this is all about equilibrium. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ എ 3 സെക്ടർ മോഡൽ. അപ്പോൾ 2 സെക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2 സെക്ടറിൽ C+I അതായത് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ഗവൺമെൻറ്റും കൂടെ ആഡ് ചെയ്താൽ എന്തായി 3 സെക്ടർ മോഡലായി. അപ്പോൾ ഗവൺമെൻറ് സെക്ടർ, ബിസിനസ്, അതേപോലെ ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് കൂടി ചേർക്കുമ്പോൾ അത് 3 സെക്ടർ ക്ലോസർ മോഡൽ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഓരോ ഗവൺമെൻറ് സ്പെൻഡിങ് അതുപോലെ ടാക്സ് ഒക്കെയാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ആക്ടിവിറ്റി. ഇതൊക്കെ ഓരോ എക്കണോമിക് ആക്ടിവിറ്റിയെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്നത് ട്രാൻസ്ഫർ പേയ്മെൻറ്റും അതുപോലെ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് ഓരോ എക്കണോമിക് ആക്ടിവിറ്റിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, അതേപോലെ പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്? അതായത് ആവശ്യമുള്ള ആളുകൾക്ക് പണം എത്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് സാധനങ്ങളൊന്നും തിരിച്ചു വാങ്ങുന്നില്ല. അതായത് പെൻഷന്, ഇൻഷുറൻസ്, സബ്സിഡി, അതൊക്കെയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു സ്പെൻഡിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലവാക്ക് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കരുതുന്ന ഒരു സമയത്ത് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, അത് നിർത്തുള്ളൂ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിന് എക്സോജനസ് വേരിയബിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗവൺമെൻറ് സെക്ടർ ഈസ് ആഡഡ് ടു ബിസിനസ് ആൻഡ് ഹൗസ് ഹോൾഡ് സെക്ടർ ടു മേക്ക് ഇറ്റ് എ 3 സെക്ടർ ക്ലോസ്ഡ് മോഡൽ. അപ്പോൾ ഇത്രയും പറഞ്ഞതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. The equilibrium level of income in a 3 sector model is determined by aggregate supply and aggregate demand. അപ്പോൾ aggregate സപ്ലൈയും aggregate ഡിമാൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സെക്ടർ മോഡലിലും aggregate സപ്ലൈയും aggregate ഡിമാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് equilibrium level of ഇൻകത്തിനെ പറയുന്നത്. അപ്പോൾ aggregate സപ്ലൈ എന്ന് പറയുന്നത് ആ 45 ഡിഗ്രി ലൈൻ ഉപയോഗിച്ചിട്ടാണ് കാണിക്കുന്നത്. aggregate ഡിമാൻഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. നമ്മൾ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും പറഞ്ഞു, അതിന് കൂടെ പ്ലസ് ഗവൺമെൻറ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് C+I+G എന്ന് പറയുന്ന ലൈൻ ആയിരിക്കും. അതായത് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് സ്പെൻഡിങ്. So it is a vertical summation of the consumption, investment and government spending. അപ്പോൾ കൺസംഷൻ ഫംഗ്ഷനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനും ഗവൺമെൻറ് സ്പെൻഡിങ്ങുമാണ് കെയ്നീഷ്യൻ ഇൻകം ഡിറ്റർമിനേഷൻ മോഡലിലെ 3 പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു 2 പാരഗ്രാഫ്. അപ്പോൾ equilibrium level of income is determined by the intersection of the 45 degree line and the aggregate demand line C+I+G. അപ്പോൾ equilibrium level of ഇൻകത്തിനെ തീരുമാനിക്കുന്നത് ഈ 45 ഡിഗ്രി ലൈൻ എന്ന് പറയുന്ന അഗ്രിഗേറ്റ് സപ്ലൈ കർവും അതേപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് equilibrium level of ഇൻകത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു ഗ്രാഫിലൂടെയാണ്, ഈ ഒരു ഡയഗ്രത്തിലൂടെയാണ്. ഇപ്പോൾ ഇവിടെ എക്സ് ആക്സിൽ ഇൻകം, വൈ ആക്സിസിൽ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 സെക്ടറിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് 3 സെക്ടറിലും പറയുന്നത്. അപ്പോൾ 2 സെക്ടറിലായപ്പോൾ സിയും C+I മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഗവൺമെൻറ് സ്പെൻഡിങ്ങും കൂടെ കൂട്ടുമ്പോൾ C+I+D എന്ന് പറയുന്ന ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് കിട്ടി. ഇതാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ലൈനാണ്. അതാണ് വൈ കൊണ്ട് കാണിച്ചിട്ടുള്ളത് ആഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ഇപ്പോൾ 2 സെക്ടർ മോഡലാണെങ്കിൽ ഇതായിരുന്നു ഇക്വിലിബ്രിയം. 3 സെക്ടർ മോഡലാകുമ്പോൾ ഏതാണ്? ആഗ്രിഗേറ്റ് സപ്ലൈ കർവും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ ആണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിനെ തീരുമാനിച്ചിട്ടുള്ളത്, അതായത് Y1. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് കേസ് എന്തെങ്കിലും ഡിസിക്വിലിബ്രിയം വന്നാൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് തന്നെ എത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ഇൻകം ലെവൽസ് ഗ്രേറ്റർ ദാൻ y1 ആഗ്രിഗേറ്റ് സപ്ലൈ എക്സീഡ്സ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ y1 എന്ന് പറയുന്നതായിരുന്നു ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. അപ്പോൾ ഇൻകം ഈ y1നേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആഗ്രിഗേറ്റ് സപ്ലൈ, ഈ ഒരു രണ്ട് കർവ് നോക്കുമ്പോൾ ആഗ്രിഗേറ്റ് സപ്ലൈ കർവാണ് മുകളിൽ. അപ്പോൾ ആഗ്രിഗേറ്റ് സപ്ലൈ എക്സീഡ്സ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ഹെൻസ് ഔട്ട്പുട്ട് എക്സീഡ് സെയിൽസ് ആൻഡ് ബിസിനസ് ഇൻവെൻറ്ററീസ് ഇൻക്രീസ്. അപ്പോൾ ആഗ്രിഗേറ്റ് സപ്ലൈ ആണ് ആഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാളും കൂടുതലുള്ളത്. അപ്പോൾ എത്രയാണോ സപ്ലൈ ചെയ്യുന്നത് അനുസരിച്ചുള്ള ഡിമാൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് ഇൻവെൻറ്ററീസ് ഇൻക്രീസ് ചെയ്യും. വിറ്റഴിക്കാത്ത സാധനങ്ങൾ ഒരുപാടുണ്ടാവും, ബിസിനസ് ഇൻവെൻറ്ററീസ് ഇൻക്രീസ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യും, ലാസ്റ്റ് ഇഫക്റ്റ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡിമാൻഡ് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ y1 എന്നുള്ള ലെവലിലേക്ക് തന്നെ ഇൻകം വീണ്ടും വരും. ഇനി ഈ y1 താഴെയാണെന്നുണ്ടെങ്കിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നാണ്, ആഗ്രിഗേറ്റ് ഡിമാൻഡാണ് കൂടുതൽ. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ് മുകളിലുള്ളത്, ആഗ്രിഗേറ്റ് സപ്ലൈ കുറവാണ്. അപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. അപ്പോൾ ബിസിനസ് ഇൻവെൻറ്ററീസ് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കേണ്ടി വരും. ബിസിനസ് ഇൻവെൻറ്ററീസ് ഡിക്രീസ് ചെയ്താൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കേണ്ടി വരും. അതുവഴി ആഗ്രിഗേറ്റ് സപ്ലൈ പിന്നെ ആഗ്രിഗേറ്റ് ഡിമാൻഡിന് ഈക്വലായിട്ട് y1ലേക്ക് തന്നെ വീണ്ടും വരും. അപ്പോൾ y1 എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് എ 3 സെക്ടർ മോഡൽ ഈസ് y ഇസ് ഈക്വൽ ടു c പ്ലസ് i പ്ലസ് g. ഓക്കെ, അപ്പോൾ y എന്ന് പറയുന്നത് c പ്ലസ് i പ്ലസ് ജിന് ഈക്വൽ ആകുന്ന ഈ ഒരു പോയിന്റിലാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വേറൊരു രീതിയിലും കൂടി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിനെ 3 സെക്ടർ മോഡലിൽ തീരുമാനിക്കാൻ കഴിയും. അത് നമ്മൾ 2 സെക്ടറിലും പറഞ്ഞിരുന്നു, പ്ലാന്റ് സേവിങ്ങും പ്ലാന്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആവുന്ന പോലെ. അതേപോലെ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ചിൽ 3 സെക്ടർ മോഡലിൽ നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിനെ എന്ത് ചെയ്യാൻ കഴിയും, ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ഈ ഒരു അപ്രോച്ച് നോക്കുമ്പോൾ i പ്ലസ് ജി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കണം, എസ് പ്ലസ് ടിക്ക് ഈക്വൽ ആയിരിക്കണം. i പ്ലസ് ജി മസ്റ്റ് ബി ഈക്വൽ ടു എസ് പ്ലസ് ടി ഫോർ ഇൻകം ടു ബി ആൻ ഇക്വിലിബ്രിയം ലെവൽ. Investment and government purchase are summed because they are injection into the income stream. ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ ഗവൺമെൻറ് പർച്ചേസ്, ഗവൺമെൻറ് സാധനങ്ങളൊക്കെ വാങ്ങുന്നതും എന്താണ്, ഒരു ഇൻകം ലെവലിലേക്ക് ഒരു ഇൻജെക്ഷനാണ്. ഇൻകം ലെവലിന് ഇൻകം കൂടുകയായിരിക്കും ഈ രണ്ട് സംഭവങ്ങൾ നടക്കുമ്പോൾ. ബോത്ത് ആർ കോമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അത് രണ്ടും എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻസ് ആണ്. And an increase in government purchases has the same effect on aggregate demand and income as an increase in investment. Taxes and savings are summed because they are leakages from the circular flow. പിന്നെ പറയുന്നത് ടാക്സും സേവിങ്സും ആണ്. ഇപ്പോൾ i പ്ലസ് ജി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് പർച്ചേസും ആണ്. അത് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻ്റ് ആയിട്ട് വന്നു. എസ് പ്ലസ് ടി എന്ന് പറയുന്നത് സേവിങ്സും ടാക്സും ആണ്. സേവിങ്സും ടാക്സും എന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്കുലർ ഫ്ലോന്ന് നമ്മുടെ ഇൻകം ലെവലിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് അത് ലീക്കേജസ് എന്നാണ് പറയുക. ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഗവൺമെൻറ് പർച്ചേസിനെയും എന്ത് പറയും, ഇൻജെക്ഷൻ എന്ന് പറയും. ടാക്സിനെയും സേവിങ്സിനെയും ലീക്കേജസ് എന്ന് പറയും. ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് എ 3 സെക്ടർ മോഡൽ ക്യാൻ ഓൾസോ ബി സ്റ്റേറ്റഡ് ആസ് എസ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജി. അപ്പോൾ എസ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജി എന്ന രൂപത്തിൽ നമുക്ക് 3 സെക്ടർ മോഡലിൽ ഇക്വിലിബ്രിയം ലെവലിൽ നമുക്ക് പറയാൻ പറ്റും, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫിഗറിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം എസ് പ്ലസ് ടി എന്നുള്ളതും ഐ പ്ലസ് ജി എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. എസ് പ്ലസ് ടിയും ഐ പ്ലസ് ജിയും ഈക്വൽ ആവുന്ന ഇ എന്ന് പറയുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിനെ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 സെക്ടർ മോഡലും 2 സെക്ടർ മോഡലും കമ്പയർ ചെയ്യുമ്പോൾ 3 സെക്ടർ മോഡലിലായിരിക്കും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് കൂടുതൽ. കാരണം എന്താ, ഗവൺമെൻറ് സ്പെൻഡിങ് അവിടെ ഉണ്ട് അല്ലേ. ഗവൺമെൻറ് സ്പെൻഡിങ് എന്നുള്ളൊരു കോമ്പണൻറ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് 2 സെക്ടർ മോഡലിനേക്കാളും കൂടുതലായിരിക്കും 3 സെക്ടർ മോഡലിൽ. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് പർച്ചേസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ത് ചെയ്യും, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ഇൻ 3 സെക്ടർ മോഡൽ. ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ആൾജിബ്ര ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ഇൻ 3 സെക്ടർ മോഡലിൽ ഇതിൽ ആൾജിബ്രിക് എക്സ്പ്രഷനൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ ഓർത്ത് വെക്കേണ്ടത് y ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ പ്ലസ് ജി മൈനസ് ബി ടി എൻ ഇൻറ്റു 1/1 മൈനസ് എം പി സി. ഇത് ഈ ഒരു സംഭവം ഓർത്ത് വെക്കുക. ഇക്വേഷനിൽ പറയുന്നത് എന്താണ്, ദി ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഈക്വൽസ് ദി സം ഓഫ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം y ഈസ് ഈക്വൽ ടു ദി സം ഓഫ്
ഓട്ടോണമസ് കൺസംഷൻ എ, autonomous consumption demand A, investment demand I, government demand G, and the effect of net tax receipts upon consumption demand അതായത് മൈനസ് BTN ടൈംസ് ദി മൾട്ടിപ്ലയർ 1/1 മൈനസ് MPC എന്ന് പറയുന്ന മൾട്ടിപ്ലയർ ആണ്. ഇതാണ് ആൾജിബ്ര ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ്റെ 3 സെക്ടർ മോഡൽ. ഇതതിൻ്റെ ഡെറിവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇൻകം ഡിറ്റർമിനേഷൻ ബൈ കെയ്ൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർത്ത് വെക്കേണ്ടത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ്റെ 2 സെക്ടർ മോഡലിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കെയ്നീഷ്യൻ ഗ്രോസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ആൾജിബ്ര ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ഇൻ 2 സെക്ടർ, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ 3 സെക്ടർ മോഡൽ, അതിൻ്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ, പിന്നെ ജസ്റ്റ് അതിൻ്റെ ആൾജിബ്ര ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ്റെ 3 സെക്ടർ മോഡൽ. ഓക്കെ.